അങ്ങനെ ഇന്നലെ ഒരു ദിവസം താമസിച്ച ഈ കോട്ടേജിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ ഒരു കോട്ടേജിലേക്ക് പോവുകയാണ്. ഓക്കെ, വാ. ഇന്ന് ട്രാവൽ ഡേ നൈറ്റ് താമസിക്കാൻ പോകുന്നത് ഇതാ എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കോട്ടേജ് എന്നൊക്കെ പറയാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം നമുക്ക് ആ കോട്ടേജിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഈ ഒരു ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഇതുണ്ടോ, നേരെ മുമ്പിൽ കാണുന്നത് അതൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ബൈസിക്കിൾ കണ്ടോ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അങ്ങോട്ടോ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ ബൈസിക്കിൾ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഫ്രീ ആണ്. ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്വിമ്മിംഗ് പൂള്. കണ്ട, നല്ല വൃത്തിയുള്ളൊരു സ്വിമ്മിംഗ് പൂള്. അത്ര വലിപ്പമൊന്നുമില്ല, പിന്നെ വലിയ ആഴമില്ല ഈ സ്വിമ്മിംഗ് പൂളിന്. ഇവർ നിറയെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടോ, നിറയെ പൂക്കൾ, അപ്പുറം മാവ് പൂത്ത് കിടക്കുന്നു. ഇവിടെ കുറേ അരീക്ക പാമ്പ്, നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇവരുടെ ഒരു റിസപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റിസപ്ഷനായിട്ടൊന്നും അവർ ചെയ്തു വെച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതും, ഇവിടെയാണ് ഇതിൻ്റെ മാനേജറൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇഷ്ടം പോലെ മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട് ഇവിടെ. അതാണ് എനിക്ക് ഈ ഒരു കോട്ടേജിനോട് ഇവിടെ താമസിക്കാൻ താല്പര്യം തോന്നിയത്. ഇവിടെ ഇതാ ഇരുന്ന് നമുക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരു സെറ്റപ്പ്. പിന്നെ അതിൻ്റെ ബാക്കിൽ അവിടെ ഇത് കണ്ടോ, അവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാം. പിന്നെ ഈ റിസപ്ഷൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു പോണ്ടുണ്ട്. ഈ പോണ്ടിൽ ഇതുണ്ടോ, ഈ പോണ്ടിൽ നിറയെ വളർത്തു മത്സ്യങ്ങൾ, അതായത് നമ്മുടെ അക്വേറിയം ഫിഷാണിത്. ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ, ചെറിയൊരു വാട്ടർഫോൾ പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു നേച്ചർ ലുക്കായിട്ട് നല്ല രസമുണ്ട്. ഈ പൂളിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ ഇത് കണ്ടോ, ഇവിടെയുണ്ട് മാവ് പൂത്ത് കിടക്കുന്നത്. അതിൽ ചെറിയ മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. ഇതുവഴി പോകുമ്പോൾ ഈ ഒരു ചെറിയൊരു ഗേറ്റ് പോലെയുണ്ട്. ഇത് കടന്ന് നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കോട്ടേജുകളാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് നോക്കൂ, ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതാ ഇതിലേ നടന്നു പോകണം. നിറയെ ചെടികളും മരങ്ങളും, നല്ല ഒരു എന്ത് തണുപ്പാണെന്നറിയാം ഇതിനുള്ളിൽ ഇങ്ങനെ നടക്കാൻ. ഇവിടെ ഇതുണ്ടോ, ഇങ്ങോട്ടൊക്കെ നിറയെ കോട്ടേജസ് ഉണ്ട്. അവിടെ ഒരെണ്ണമുണ്ട്, അതോ ദൂരെ അവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെയൊക്കെ ഇതായി ഇത് നോക്ക്, ഇതിലൊക്കെ ഈ ബാഗ് കെട്ടി തൂക്കിയിരിക്കുന്നില്ല, ഇതെല്ലാം വലിയ വലിയ മാങ്ങകളുണ്ട് അതിനകത്ത്. അതുണ്ടോ, അപ്പുറത്ത് നിറയെ മാങ്ങ നിറഞ്ഞു കിടക്കുന്നുണ്ടോ, നിറയെ പൂത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പൂൾ വ്യൂ കാണാൻ പറ്റും. അതാണ് സ്വിമ്മിംഗ് പൂൾ. അവിടെ നമ്മൾ ഈ പൂൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. എനിക്കറിയാവുന്നതാണ്, എല്ലാ കാര്യമൊന്നും എനിക്കറിയില്ല. ഒന്ന്, അതിരാവിലെ പൂൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം രാവിലെ തന്നെ അവർ ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പൂള് ക്ലീൻ ആയിരിക്കും. നല്ല കുറേ ആൾക്കാർ ഇങ്ങനെ പൂളിലുണ്ടെങ്കിൽ ബിസി ആയിരിക്കുന്ന സമയത്ത് പൂൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. ആ സമയത്ത് ഉപയോഗിക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ പൂളിൽ മൂത്രമൊഴിക്കും, ഉറപ്പാണ്. കുട്ടികൾ മാത്രമല്ല, വലിയവരും ചിലർ ഈ പൂളിൽ നിന്ന് കയറി വേണ്ടാന്ന് വെച്ചിട്ട് പൂളിൽ തന്നെ മൂത്രമൊഴിക്കുക ചെയ്യും. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചിരിച്ചേക്ക്. അപ്പോൾ പിന്നെ ഈ വെള്ളമില്ലേ, പൂളിലെ വെള്ളം ഇങ്ങനെ എടുത്തൊന്ന് നമുക്ക്
പൂളിലെ വെള്ളം ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്യാണ്. വാസന നോക്കിക്കഴിഞ്ഞാൽ ക്ലോറിൻ്റെ അളവ് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. നല്ല കട്ടിയായിട്ടുള്ള, അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണെങ്കിൽ അതിൽ ക്ലോറിൻ കൂടുതലുണ്ടാവും. കൂടുതൽ പളപളയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ക്ലോറിൻ ഇട്ടിട്ട് അവരെന്താക്കുന്നതാണ്. പിന്നെ നമ്മൾ പൂൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു സ്വിമ്മിങ് കോസ്റ്റ്യൂം നമ്മളെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള പൂളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് അക്കോമഡേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ, ഹോട്ടലൊക്കെ എടുക്കുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചിലർ ചൂരിദാറൊക്കെ ഇട്ടിട്ട് പൂളിലേക്ക് ഇറങ്ങും, ചിലർ സാരി ഉടുത്തിട്ട്, സ്ത്രീകളെ കാര്യമാണ്, പൂളിലേക്ക് ഇറങ്ങും. അത് വളരെ അബദ്ധമാണ് ചെയ്യുന്നത്. കാരണം ഈ സ്വിമ്മിങ് കോസ്റ്റ്യൂം നൈലോൺ, പോളിസ്റ്ററിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും. ഈ ചൂരിദാറും സാരി ഇതൊക്കെ, ഈ ചൂരിദാറൊക്കെ അല്ലെങ്കിൽ കോട്ടൻ്റെ വസ്ത്രമൊക്കെ ഇട്ടിട്ട് നമ്മൾ പൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നൂല് പോയിട്ട് ഇതിൻ്റെ ഫിൽട്രേഷൻ ബ്ലോക്ക് ആക്കും. അത് പിന്നീട് പൂൾ ഉപയോഗിക്കുന്നവർക്ക് അത് ഒരു പ്രശ്നമല്ലേ, അതും കൂടെ ആലോചിക്കണ്ടേ. നമുക്ക് എന്ത് പ്രശ്നം, ഫുൾ ബോഡി കവറാവുന്ന, ലേഡീസിനാണ് പറയുന്നത്, ഫുൾ ബോഡി കവറാവുന്ന സ്വിം സ്യൂട്ട് കിട്ടാനുണ്ടല്ലോ, ചെറിയ പൈസ കിട്ടും. വലിയ ക്വാളിറ്റികളൊന്നും വേണ്ട, എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതല്ലേ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങനത്തെ എന്തെങ്കിലും വലിയ വിലയില്ലാത്തത് വാങ്ങിയാൽ മതി. പിന്നെ അതുകൊണ്ട് എപ്പോഴും ഒരു സ്വിം സ്യൂട്ട് നമ്മൾ കയ്യിൽ കരുതുന്ന യാത്ര ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം നമ്മളെ കാല് ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കുക. ഇവിടെ ഈ കരയിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് കാലിൽ കുറച്ച് സമയം ഇരുന്നിട്ട്, അഥവാ കാലിൽ ചൊറിച്ചിലോ മറ്റോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ പൂൾ ഉപയോഗിക്കണ്ട. പിന്നെ നമ്മൾ പൂളിലേക്ക് ഇറങ്ങുമ്പോൾ ബോഡി ഒന്ന് ആദ്യം, അതെല്ലാ പൂളിൻ്റെ സൈഡിലും ഇവിടെയുണ്ട്, അത് അവിടെയുണ്ട്, ഒരു ഷവർ ഏരിയ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ബോഡി ഒന്ന് വാഷ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിനു വേണ്ടിയാണ് അവിടെ അവർ ആ ഷവർ വെച്ചിരിക്കുന്നത്. പിന്നെ പൂളിൽ നിന്ന് നമ്മൾ സ്വിമ്മിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് അവിടെ കുളിക്കുകയും ചെയ്യാം. ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ പബ്ലിക് പാർക്കുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാം. പബ്ലിക് പാർക്കാണ്. അതിൽ നമുക്ക് കുറേ എക്സസൈസ് ചെയ്യാനുള്ള പല ഉപകരണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ പാർക്കിനകത്ത് വലിയ വലിയ മരങ്ങളുണ്ട്, കണ്ടോ, നല്ല വലിപ്പമുണ്ട്. ഈ മരങ്ങളുടെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഈ പാർക്ക് എത്ര പഴക്കമുണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഇവിടെയുള്ള പബ്ലിക്കിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് വേറെയും ഉണ്ട്. ഈ പാർക്ക് നല്ല വലിപ്പമുണ്ട്. ഞാൻ കുറേ നടന്നു. നിങ്ങൾ പട്ടായയിൽ വരികയാണെങ്കിൽ, ഇവിടെ ഒരു ദിവസം വന്ന് താമസിക്കുകയാണെങ്കിൽ നഷ്ടമൊന്നും ആവില്ല. ഇതിനകത്ത് ഒരു ഫുട്ബോൾ കോർട്ടും ഉണ്ട്. ഈ പാർക്കിൽ നിന്നിട്ട് പുറത്തേക്ക്, അതായത് കടലിലേക്ക് നോക്കുമ്പോഴുള്ള, ബീച്ചിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയായത്. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഈ ബീച്ചിൻ്റെ സൈഡിൽ, അതായത് ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള കുറേ ഷോപ്പുകളാണ്. അതിൽ റെസ്റ്റോറൻറ്റുകളുണ്ട്, ബാറുകളുണ്ട്. ഇതൊക്കെ രാത്രിയാകുമ്പോൾ, വൈകുന്നേരം ആകുമ്പം ആക്റ്റീവായി തുടങ്ങും. ഇവിടെ ബ്ലാക്ക് ഓറഞ്ച് ലോഫ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ് കാണാൻ പറ്റും. ഇവിടെ ലൈവ് മ്യൂസിക് രാത്രി വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും. ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ 3 മണി വരെ ഈ ബാറ് ഓപ്പൺ ആയിരിക്കും, വിത്ത് ലൈവ് ബാൻഡ്. ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയ കട കാണാം. ഇവിടെ നമ്മൾ ബീച്ചിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണിത്. ഞാൻ പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കി, വലിയ വിലയൊന്നുമില്ല. നമുക്കൊക്കെ സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഇവരിവിടെ ഇതൊക്കെ വിൽക്കുന്നത്. ഇവിടെ നല്ല രസമായിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് എനിക്ക് കണ്ടപ്പോൾ നല്ല ഒരു രസം തോന്നി.
അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, ഇപ്പം ആരുമില്ല, രാവിലെ തന്നെ ആയതുകൊണ്ട്. ഇവിടെയൊക്കെ വൈകുന്നേരം ആകുമ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്. ഇവിടെ കണ്ടോ, ഇത് ഒരു പെൺകുട്ടി. ഞാനിവിടെ ഒരു ഹോട്ട് ഡോഗ്, അതായത് സോസേജ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതെനിക്ക് വേണ്ടി ഈ പെൺകുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ? ഒരു ഫിഷർമാൻ താമസിക്കുന്ന ഒരു വില്ലേജ്, അതായത് മീൻപിടുത്തക്കാർ താമസിക്കുന്ന ഒരു വില്ലേജ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ തീർച്ചയായും ഒരു വലിയൊരു ഹാർബർ. ഈ ഹാർബറിനെയും ഈ ഫിഷർമാൻ വില്ലേജിനെയും ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാർബറിന് ചുറ്റും കുറേ ഹോട്ടലുകളും ചെറിയ ചെറിയ ഹോം സ്റ്റേകളും പിന്നെ ചെറിയ ചെറിയ ഹട്ടുകളും വലിയ വലിയ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും, അതായത് ഞാൻ കാണിച്ചു തന്ന പോലെ ഈ ഫിഷൊക്കെ ലൈവായിട്ട് നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന വലിയ വലിയ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഇവരുണ്ടാക്കിയെടുത്തു. അപ്പം തീർച്ചയായും സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുമല്ലോ. അങ്ങനെയാണ് ഈ ഒരു ഫിഷർമാൻ വില്ലേജിനെ ഇവർ വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റിയത്. ഇത് പട്ടായയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. പട്ടായയിൽ നിന്ന് ടാക്സി വിളിച്ച് വരാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളെല്ലാം വന്നിട്ടുണ്ടാവും, എന്നാലും പലർക്കും ഇത് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ക്ലിയറായിട്ട് വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വരികയാണെങ്കിൽ, പട്ടായയിലൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു വില്ലേജ് തീർച്ചയായും വിസിറ്റ് ചെയ്യുക. എന്തായാലും വർത്തായിരിക്കും. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ വാക്കിനായിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങൾ വിചാരിച്ചതുപോലുള്ള ഒരു സ്റ്റേ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളൊരു ദിവസം മുമ്പ് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റേ കിട്ടും. നമ്മുടെ നാട്ടിലും ഇല്ലേ ഫിഷർമാൻ വില്ലേജും ഹാർബറെല്ലാം. പക്ഷേ ഇതേപോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണോ നമ്മളതിനെ കാണുന്നതല്ലല്ലോ. നമ്മൾ പോവും, കുറച്ച് മീനൊക്കെ വാങ്ങി തിരിച്ചു പോകും അല്ലേ. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. ഇവർ ഏതൊരു ചെറിയ സംഭവവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഇവരിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ ഞാൻ ഇതേപോലെ പഴയ മോട്ടോർ ബൈക്കിൻ്റെ ടയറുകൾ വെച്ചിട്ട് ചെറിയ ചെറിയ കൂടുകൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതുപയോഗിച്ച് അവർ ഞണ്ടിനെ പിടിക്കും അത്രേ. എന്ത് രസമായിട്ടാണ് ഇവരൊരു റെസ്റ്റോറൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമല്ലേ? ഇത് നോക്ക്, കടലിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഇതിൽ നമ്മൾ ഇത് മൊത്തം ഇത് മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല അതിമനോഹരമായ ഒരു വലിയ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നോക്കൂ, അതിമനോഹരമല്ലേ? ഇത് നോക്കുക, അടിപൊളി, നല്ല ഒരു കാഴ്ച. ഇങ്ങനെയുള്ള കാഴ്ചകൾ പിന്നെ ഞാൻ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ കാണിക്കുക? ഇത് കണ്ടോ? പിന്നെ ഇങ്ങോട്ടേക്ക് ഇതിലേ നടന്നിട്ട് നമുക്ക് അതാ അവിടെ വരെ പോവാം അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു ഫിഷർമാൻ വില്ലേജിൽ ഇത് കണ്ടോ? ഇതിലേ നടക്കുമ്പോഴുള്ള കാഴ്ച ഇത്. ആ കാണുന്നതില്ലേ, ആ വൈറ്റ് കളറിൽ, അതെല്ലാം കോട്ടേജസാണ്. നമുക്ക് റെൻറ്റിന് വാങ്ങിയിട്ട് അവിടെ താമസിക്കാൻ പറ്റും. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒരാഴ്ചയോ എത്ര നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് താമസിക്കാം. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ? ഇത് നോക്ക്, എന്തൊരു രസമായിട്ടാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. വാവ്, അതിമനോഹരമല്ലേ? വാ, ട്രാവൽ ഡേനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകും തായ്ലൻഡിൽ. ഇത് നോക്ക്, മരം അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുവന്ന് വെച്ചിരിക്കുക ടേബിള്. നമുക്കിതിൻ്റെ അറ്റം വരെ പോവാം. ഞാൻ ഈ കോർണറിൽ പോയി നിന്നിട്ട് ഇത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് നോക്ക്, ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമല്ലേ? ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് ഇവിടെ തായ്ലൻഡിൽ.
ഇത് പട്ടായക്കടുത്താ, എല്ലാവർക്കും വരാം, പട്ടായ വരുന്ന ആൾക്കാർക്കൊക്കെ വരാം. പക്ഷേ ടൂർ പാക്കേജ് എടുത്തിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരാൻ പറ്റില്ല. ഇൻഡിവിജ്വലായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്ന് താമസിക്കാനും ഈ വ്യൂസൊക്കെ കാണാനൊക്കെ പറ്റും. ഇവിടെ കണ്ടോ നിറയെ കുറേ കോഴികളെ കൊണ്ടുവച്ചിരിക്കുന്നു. ഇതെന്താണെന്നറിയോ? ഇത് ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ നേർച്ച ചെയ്യും, എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനൊക്കെ ആയിട്ട്. ഇത് പാസ്റ്റർ പാരീസിൽ ഉണ്ടാക്കിയ കോഴികളാണ്. ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കും. ഈ വില്ലേജിനകത്ത് വലിയ ഒരു ബുദ്ധമത വിശ്വാസികളുടെ വലിയ ഒരു പ്രാർത്ഥനാലയമുണ്ട്. കുറേ കെട്ടിടങ്ങളായിട്ടാണ് അവരിത് പണിതത്. പല കെട്ടിടങ്ങളായിട്ട് ഒരു വലിയ കുറേ കെട്ടിട സമുച്ചയങ്ങൾ. ഇപ്പോൾ ഇതിവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇവിടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഉപയോഗശൂന്യമായ ഒരു വലിയ ഫിഷിംഗ് ബോട്ട്. ഇത് ഫിഷിംഗ് ബോട്ടാണോ അതോ ട്രാവലർ ബോട്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം മേലെ ഒരു ഡക്കൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ കരക്ക് കയറ്റിയിട്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ വില്ലേജിൻ്റെ ഉള്ളിലൂടെ, അതായത് ഫിഷർമാൻ താമസിക്കുന്ന വില്ലേജിൻ്റെ ഉള്ളിലൂടെ ഒരു ബൈസിക്കിൾ എടുത്തിട്ട് നമ്മൾ താമസിക്കുന്ന ആ കോട്ടേജിൻ്റെ അവിടുന്ന് നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ബൈസിക്കിൾ കിട്ടും. അതെടുത്തിട്ട് ഞാനിങ്ങനെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെയുള്ള ഈ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരൊരു ദിവസം 2000 ബാത്ത് ഒരു ദിവസം അവരുണ്ടാക്കുന്നുണ്ട്. 2000 ബാത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ബാത്ത് 2.5 രൂപയാണ് നമ്മുടെ നാട്ടിലേത്. അപ്പോൾ അത്രയും കാശ് അവരുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല ജീവിതമാണ് ഇവിടെ നയിക്കുന്നത്. അവർക്ക് കാശിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. എല്ലാവരുടെ കയ്യിലും നല്ല മോട്ടോർ ബൈക്കുകളും നല്ല കാറുകളും നല്ല വീടുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഈ ഫിഷർമാൻ വില്ലേജിൻ്റെ ഒരു കഥ. ഇത് കണ്ടോ, പുറത്തൊരു കാറ്. ഈ ഒരു ബിൽഡിങ് നോക്കൂ. ഇത് ഇവിടെയുള്ള ഒരു മീൻ പിടിക്കുന്ന ബോട്ടില്ലേ, അത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളുടെ വീടാണ്. അയാൾക്ക് 10 ബോട്ടുകളുണ്ട്. 10 ബോട്ടുകൾ അയാൾക്ക് ദിവസവും വാടക കൊടുക്കും. എങ്ങനെയാണെന്ന് അറിയോ? അതായത് എത്ര മീനാണ് ഇവർക്ക് കിട്ടുന്നത് അതിൻ്റെ പകുതി അയാൾക്ക് കൊടുക്കണം. പക്ഷേ അയാളുടെ ബോട്ട് അവർക്ക് റെൻറ്റിനെടുത്തിട്ട് പോവാം. അതാണ് അതിൻ്റെ സിസ്റ്റം. എത്ര റിച്ചാണ് അയാൾ നോക്ക്. ഇത് കണ്ടോ, ഇതൊക്കെ ഫിഷർമാൻ താമസിക്കുന്ന ഈ വില്ലേജാണ്. ഇവിടെ എത്ര ടൂറിസ്റ്റുകളാണ് വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് പോകുന്നത്, ഇതൊക്കെ കണ്ടിട്ട് പോകുന്നതെന്നറിയോ? നമ്മൾ ട്രാവൽ ഡേ നൈറ്റ്. ഇപ്പം ഞാനൊരു ബൈസിക്കിളിൽ പോയിക്കൊണ്ടിരിക്കുക വീഡിയോ എടുത്തുകൊണ്ട്. ട്രാവൽ ഡേ നൈറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ഓരോ സ്ഥലങ്ങൾ തേടി പിടിച്ച് പോയിട്ട് വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഫിഷർമാൻ വില്ലേജിൻ്റെ ഇതേപോലെയുള്ള ഗല്ലികളുണ്ട്. ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ 2 സൈഡിലും കാണുന്ന വീടുകളാണ് ഇവിടെയുള്ള ഫിഷർമാൻ താമസിക്കുന്നത്. ഇതേപോലെയുള്ള വീടുകൾ. ഇതേപോലെ കുറേ ഇടവഴികളുണ്ട്. 2 സൈഡുകളിലായിട്ട് ഇവർ താമസിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വഴിയിലൂടെ നമ്മൾ നേരെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഹലോ, ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. ഇവിടുത്തെ ലോക്കൽസാണ്. ഞങ്ങൾ കുറേ സമയം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞില്ലേ. ഇവിടെയുള്ള ലോക്കൽസ്, തായ്ലാൻഡിലുള്ള ലോക്കൽ പീപ്പിള് എപ്പോഴും ടൂറിസ്റ്റുകളായിട്ട് വളരെ നല്ല ഒരു സ്വഭാവം, നല്ല ഒരു സൗഹൃദം പുലർത്തി വരുന്ന ആൾക്കാരാണ്. ഈ ഒരു ഫിഷർമാൻ വില്ലേജിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട്
ഇനി ഞാൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി പട്ടായയിലാണ് ഉള്ളത്. ഇനി വരുന്ന വീഡിയോസുകൾ പട്ടായ വീഡിയോസുകളായിരിക്കും. കുട്ടികളൊന്നും കാണണ്ട. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന വീഡിയോ ആയിരിക്കില്ല ഇനി വരുന്നത്. കാരണം നമ്മളെ ചാനലിൽ സബ് ചെയ്ത പല വിധത്തിലുള്ള ആൾക്കാരില്ലേ, പലരും എന്നോട് പട്ടായ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടായ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ട്രാവൽ ഡേ നൈറ്റ് പട്ടായയിലെ വീഡിയോസ് ചെയ്യാൻ പോവാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വില്ലേജുകളിലോ മറ്റോ ഒക്കെ പോവാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു പക്ഷേ എനിക്ക് ഇന്തോനേഷ്യയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് എനിക്കൊരു കേസുണ്ട് അവിടെ ഇന്തോനേഷ്യയിൽ. ആ കേസ് ഞാൻ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ് വക്കീൽ വിളിക്കുക എന്നുള്ള അറിയില്ല. എപ്പോൾ വിളിച്ചാലും ചിലപ്പോൾ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ, ചിലപ്പോൾ അതായത് മാർച്ച് ഏപ്രിലോ മെയ്യിലോ എപ്പോഴെന്ന് അറിയില്ല. എന്തായാലും അവിടെ പോകുന്ന പക്ഷേ ഞാൻ കുറച്ച് അർജൻറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ റംസാൻ മാസം കോടതി ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അതിൻ്റെ മുമ്പ് പറ്റുകയാണെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ റംസാൻ്റെ മുമ്പേ പോയിട്ട് ആ കേസ് ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതെന്താണ് കേസ്, എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു പാഠമായിരിക്കും. ഞാൻ പറഞ്ഞുതരും പിന്നീട്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനി അങ്ങോട്ടും നല്ല നല്ല വീഡിയോസൊക്കെ ഇടും നമുക്ക് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് ഇനി അടുത്ത പട്ടായ വീഡിയോസായിട്ട് വരാം. വേറെയും കുറേ വീഡിയോസ് വരാനുണ്ട്. നമ്മുടെ ഐലൻഡിൻ്റെ ആ വീഡിയോസ് ഇതുവരെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് ബാക്കിയുണ്ട്. ക്ഷമിക്കുക, സോറി. അത് അങ്ങനെ ഡിലേ ആയിപ്പോയി. ആ ഹാർഡ് ഡിസ്ക് അവിടെ വെച്ച് മറന്നുകൊണ്ട്. എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കമൻ്റ് അയക്കുന്നവർക്കൊക്കെ ഞാൻ മറുപടി റിപ്ലൈ തരുന്നുണ്ട്. ആർക്കെങ്കിലും അഥവാ റിപ്ലൈ കിട്ടാത്തത്, മറുപടി അയക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻ്റൊക്കെ അയച്ചിട്ട് എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ പോരായ്മകൾ അതൊക്കെ പറഞ്ഞു തന്നാലേ എനിക്ക്, ഞാനൊരു വ്യക്തി, നിങ്ങളെ പോലെ തന്നെ ഒരു വ്യക്തിയല്ലേ, ചില കാര്യങ്ങളൊന്നും അത്ര അറിയില്ല. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഇന്ന കാര്യങ്ങളൊന്നും ഇതല്ല അങ്ങനെ പറയണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും നന്ദി, നമസ്കാരം.